അർജുൻ്റെ ആ ട്രക്ക് പൂർണ്ണമായും ആ ദേശീയപാതയിലേക്ക് ഉയർത്തി എത്തിച്ചിട്ടുണ്ട്. അത് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നൊരു നിലയിലാണുള്ളത്. അത് വൃത്തിയാക്കേണ്ടതുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ ക്യാബിനകത്ത് നിന്ന് ഇപ്പോൾ ഒരു അസ്ഥി കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു, പക്ഷേ ഇപ്പോൾ തെരച്ചിലിൽ ആ അസ്ഥി കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ അവിടെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വടം ഉപയോഗിച്ച് ഈ ചളുങ്ങി നിൽക്കുന്ന ഈ ക്യാബിൻ്റെ ഈ മുകൾ ഭാഗം അത് ഉയർത്താനുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിനകത്ത് നമുക്ക് വസ്ത്രങ്ങളൊക്കെ തുണിയുടെ ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം കുറേ ദിവസത്തേക്കാണ് അർജുൻ യാത്ര പോയി തടിയൊക്കെ ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ദിവസമാണ്. അപ്പം ആ ക്യാബിനകത്തായിരിക്കും ഒരു പക്ഷേ അർജുൻ്റെ വസ്ത്രങ്ങളും ബാഗും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ശ്രീധരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് തുടരുന്നുണ്ട്. ശ്രീധരൻ, അസ്ഥി കണ്ടെത്തിയല്ലേ? അതെ 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 നേരത്തെ നമ്മൾ രാവിലെ ക്യാബിന്റെ വശത്ത് ഒരു അസ്ഥി പോലെ കണ്ടിരുന്നു. അതാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. കൈയിന്റെ ഭാഗത്തെ അസ്ഥിയാണ് എന്നാണ് സംശയിക്കുന്നത്. ഏതായാലും ഇനിയും ശരീരഭാഗങ്ങൾ അതിനകത്തുണ്ടാകാം എന്ന് കുടുംബത്തിന്റെ ഒരു സംശയം അത് ബലപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അസ്ഥിയുടെ ഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഈ ക്യാബിൻ പൊളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അതിന്റെ മുകൾ വശത്തിന് ഒരു ഹുക്ക് ഇട്ട് ഒരു ഹുക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് ഉയർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെ വന്നാൽ ആളുകൾക്ക് അതിനുള്ളിൽ ഇറങ്ങി പരിശോധന നടത്താൻ ആകും. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനിടയിലാണ് ഇപ്പോൾ ഒരു അസ്ഥി കഷ്ണം അല്ലെങ്കിൽ ഒരു അസ്ഥിയുടെ ഭാഗം അവിടെ നിന്ന് കൈയിന്റെ ഭാഗത്തെയാണെന്ന് തോന്നുന്നു ആ ഭാഗം കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഇതിന്റെ മുകളിൽ ഹുക്കിട്ടിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഇത് ഉയർത്തി അതിനുള്ളിലേക്ക് ആളുകൾക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ആ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വേണ്ടി വന്നാൽ കട്ടറൊക്കെ ഉപയോഗിച്ച് ഇത് പൊളിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഇന്നലെ തന്നെ ലോറിയുടെ മനാഫ് അറിയിച്ചിരുന്നു. ജിതിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശിരസിന്റെ ഭാഗമൊക്കെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊരു പക്ഷേ ഇതിനകത്ത് തന്നെയാകും എന്നാണ് ജിതിനൊക്കെ പറയുന്നത്. ഇപ്പോൾ അതിന്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുന്ന ഒരു കാര്യം, ഈ ക്യാബിനുള്ളിൽ നിറച്ച് മണ്ണ് അടിഞ്ഞ് കിടക്കുകയാണ്. ഈ മണ്ണിൻ ഉള്ളിൽ ആണ് സ്വാഭാവികമായിട്ടും ഈ ശരീരഭാഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നീക്കിയാൽ മാത്രമേ ഈ ശരീരഭാഗങ്ങൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളൂ. ഇന്നലെ തന്നെ ഈ മണ്ണിൽ പൊതിഞ്ഞ നിലയിലാണ് പല ഭാഗങ്ങളും ഇന്നലെ പുറത്തേക്ക് എടുത്തത്. ഇന്നും അത്തരത്തിലുള്ള നടപടികളൊക്കെ വേണ്ടിവരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നമുക്ക് മനസ്സിലാവുന്നത്. നിലവിലേതായാലും ഈ മുകൾ ഭാഗം ഉയർത്താനുള്ള ശ്രമങ്ങളാണ്. ശരി, അതായത് അതെ, നമ്മൾ കാണുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ ആ ക്യാബിന്റെ ആ മുകൾ ഭാഗം അത് ഇങ്ങനെ ചളുങ്ങിയ നിലയിലാണ്. അത് ഉയർത്താൻ വടം ഉപയോഗിച്ച് അതൊന്ന് നേരെയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.